ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ച വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴുവും വെട്ടുകിളിയും വിട്ടിലും തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് മടങ്ങി തരും. നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, നിങ്ങളുടെ ചക്കുകൾ വീഞ്ഞുകൊണ്ട് കവിഞ്ഞിടും. അതിന്റെ ശേഷം ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. സമൃദ്ധി നിറയ്ക്കാവുന്ന നിറച്ചതിന് ശേഷം ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. അൻപ് കൂറുവേ എന്നും അധികമാ ആരാധിപ്പേ എന്നും ഉമ്മ മുഴുവത്തോട് ആരാധിപ്പേ മുഴുവത്തോട് അൻപ് കൂറുവേ ആരാധന ആരാധന ഈ തമിഴ് പാട്ടിന്റെ പ്രത്യേകത അത് തമിഴിൽ പാടണം. നമ്മുടെ പാട്ടുകളെല്ലാം കുറെ സ്വാർത്ഥത പാട്ടുകൾ. എനിക്ക് പറയുന്നതിന് ദുഃഖം. പക്ഷെ അവര് ഡാഡി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടാൽ നമുക്ക് ഇച്ചിരി നാണൊക്കെ തോന്നും. പക്ഷെ അവര് അർത്ഥം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പഴയ നിയമത്തിൽ നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും. പുതിയ നിയമത്തിൽ അപ്പാ പിതാവേ ഡാഡി എന്ന് വിളിക്കാനുള്ള കൃപ. ഒന്നേ അപ്പാന്ന് കൂപ്പിടത്താൻ ആസൈ അപ്പാന്ന് കൂപ്പിടവാ ഒന്നേ അമ്മാന്ന് കൂപ്പിടത്താൻ ആസൈ അമ്മാന്ന് കൂപ്പിടവാ അപ്പാന്ന് കൂപ്പിടവാ അമ്മാന്ന് കൂപ്പിടവാ. എന്നെ ഡാഡി എന്ന് വിളിക്കാൻ എനിക്കൊരു ആശയുണ്ട്. ഞാൻ വിളിച്ചോട്ടെ. അതാ പറഞ്ഞു നമുക്ക് കരുവിലെന്നെ കാത്തത് പാത. അമ്മയുടെ ഉദരത്തിൽ 9 മാസം മനസ്സിൽ പോകാതെ സൂക്ഷിച്ചില്ലേ? കരുവിലെന്നെ കാത്തത് പാത അമ്മാന്ന് சொல்லണം. എന്നെ കെഞ്ചുവതും കൊഞ്ചുവതും പാത്ത അമ്മാന്ന് சொல்லണം. ഉമ്മ അപ്പാന്ന് കൂപ്പിടത്താൻ ആസൈ അപ്പാന്ന് കൂപ്പിട ഉമ്മ മുഴുവത്തോ ആരാധിപ്പേ മുഴുവത്തോട് അൻപ് കൂറുവേ ആരാധന 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 Hallelujah.
പരിപാലിക്കുന്ന ദൈവത്തെ ഓർത്ത് നന്ദിയോടെ നിങ്ങളുടെ മതത്തിലായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 32 പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ തുടങ്ങുകയാണ്. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കേട്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ച് പറഞ്ഞു. പിറ്റേന്നാൾ അവർ അധികാലത്ത് ഒരു ഉത്സവം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, 5-10 2 വാഴ്ത്തിയവൻ നീ തന്നെയാണ്. ഇന്ന് ഞങ്ങൾക്കിത് വാഴ്ത്തി നുറുക്കി ഞങ്ങളെ
തൃപ്തിപ്പെടുത്തിയായിട്ട് നിന്റെ നാമം മാത്രം ഉയരണം. എതിരെ നിൽക്കുന്ന എല്ലാ ദേശത്തിന്റെ വെല്ലുവിളികളെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ എതിർക്കുന്നു. യേശുവിന്റെ നാമം ഇവിടെ ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്നലെ രാത്രി എന്താ പ്രസംഗിച്ചേ? ഇന്നലെ രാത്രി എന്താ പ്രസംഗിച്ചേ? യാക്കോബിന്റെ ലേഖനം. വെരി ഗുഡ്. നമുക്കെല്ലാം മറവിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. ഇല്ലെങ്കിൽ എവിടൊക്കെ എന്തൊക്കെയാ പ്രസംഗിച്ചത് ഞങ്ങൾക്കും അറിയത്തില്ല. ഒരിക്കൽ ഒരുത്തൻ ഡോക്ടറുടെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിന്റെ ഇടത്തെ ചെവി ചുവന്നിരിക്കുന്നത് കണ്ടു, ബ്രൗൺ കളറിലിരിക്കുമ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റിയിടോ തന്റെ ചെവിക്കെന്ന് ചോദിച്ചപ്പോൾ, ഒന്നും പറയട്ടെ സാറേ, ഞാൻ രാവിലെ എന്റെ തുണി അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാഭാവി മൊബൈൽ ഫോണിലൊന്ന് വിളിച്ചതാണ്. മൊബൈൽ ഫോണിലൊന്ന് വിളിച്ചത്. അദ്ദേഹം ചോദിച്ചു, അതിനെന്ത് പറ്റി? എന്തിനു പറയുന്നു സാറേ, മൊബൈൽ ഫോണിന് പകരം ഞാൻ ഈ അയൺ ബോക്സ് കൊണ്ട് വെച്ചു. അതുകൊട്ടെ നിന്റെ മറ്റേ ചെവി അതുപോലെ ഇരിപ്പുണ്ടോ? അതെന്ത് പറ്റി? ഈ മകൻ എന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വിളിച്ചത്. ഈ മറവി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും. പക്ഷേ മറവി മാത്രം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് വീണ്ടും പ്രസംഗിക്കണം. 2008 വർഷമായിട്ട് ഈ പുസ്തകം അല്ലാതെ വേറൊരു പുസ്തകം തന്നിട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തർ എന്തൊക്കെ മർമ്മങ്ങളാണ്, എന്തൊക്കെ ആഴങ്ങളാണ്, എന്തൊക്കെ മുത്തുകളാണ് എടുത്തുകൊണ്ടിരുന്നെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഇന്ന് രാത്രി കേട്ട വാക്യത്തിന്റെ കീഴിൽ നീ മനസ്സാന്തരപ്പെടണം. നിങ്ങൾ കേൾക്കുന്ന തിരുവചനം മുഴുവനും പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവരാകരുത്, കേട്ടനുസരിക്കുന്നവരാകണമെന്ന്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കേട്ടാൽ അങ്ങ് അനുഗ്രഹമാണെന്ന് ചായെന്ന് വിശ്വസിക്കരുത്. കേട്ടാൽ അനുസരിക്കാനാ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മേനോന് വേണ്ടിയല്ല ഈ സ്റ്റേജ്, ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയായി സ്റ്റേജ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാംഗ്ലൂരിൽ നിന്ന് എന്നെ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിന് ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി മഴയും മാനിക്കാതെ ഞാൻ ഇവിടുന്ന് അങ്ങ് പോകണം. നാളെ വൈകിട്ട് 6 മണിയാവും ഞാൻ ബാംഗ്ലൂരിൽ എത്താൻ. നാളെ പകൽക്കാലം എനിക്ക് ബാംഗ്ലൂർ ശുശ്രൂഷയുണ്ട്. അതിന് ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്തിട്ട് നാളെ രാത്രിത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ അവിടെ എത്തണം. ഈ രാത്രി ഞാൻ ഇവിടുന്ന് പല വാഹനങ്ങളിലും കയറി ഇറങ്ങിയാലേ പോകത്തുള്ളൂ. കാരണം പോകേണ്ട എയർബസ്സുകളെല്ലാം 4 മണിക്ക് പോയി. ഇത്രയും ദൈവദാസന്മാരുള്ള ഈ നാട്ടിൽ എന്നെ വിളിക്കാൻ അമ്മാമ്മയും ചമൂരങ്ങളും ആ കുടുംബവും രഞ്ജിത്തും ഒക്കെ മറ്റ് സംഘാടകരും കാണിച്ച നിങ്ങളുടെ എന്നാ പറയുന്ന സ്നേഹത്തെ ദൈവം ആദരിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. പുറപ്പാട് പുസ്തകത്തിൽ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കി. നമ്മൾ മിടുക്കൻ. വേണമെങ്കിൽ ദൈവത്തെ വരെ ഉണ്ടാക്കുന്നവരാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായവും 33-ാം അധ്യായവും വളരെ വേണ്ടപ്പെട്ടൊരു അധ്യായമാണ്. നാളെ നമ്മുടെ ദൈവത്തിനല്ല, നമ്മുടെ യഹോവയ്ക്ക് ഒരു ഉത്സവം. അതാണ് എന്റെ വിഷയം. ഇവിടെ നമ്മൾ ദൈവത്തെ ഉണ്ടാക്കുക എന്നാണ് ആദ്യം വായിച്ചത്, അല്ലേ? ദൈവത്തെ ഉണ്ടാക്കി തരിക. ഇവിടെ ദൈവം എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ചെറിയ ജി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ജി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നൊരു ദൂതുണ്ട്. ഈ ചെറിയ ജി ചിലപ്പോൾ ചിന്തിക്കുന്നത് ചെറിയ ജി കണ്ടോടത്തൊക്കെ ചെകുത്താൻ ഉപയോഗിച്ചിരിക്കുന്നതാണോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. പക്ഷേ ബൈബിളിൽ 256 പ്രാവശ്യം ഈ ഗോഡ് എന്നുള്ളതിന് ചെറിയ ജി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജിയുടെ അർത്ഥം, ഗോഡ് എന്ന അർത്ഥം ഏലോഹീം എന്ന് മാത്രമാണ്. ആമേൻ. സൃഷ്ടിതാവാം ദൈവം. അപ്പോൾ നാം ഒരു ദൈവത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യനെ ദാഗോനെ ഉണ്ടാക്കുന്ന കാര്യമല്ല. ഈ മിസ്രയിൽ നിന്ന് നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ ഉണ്ടാക്കുക. മനസ്സിലാക്കണം. 2, ഈ ദൈവത്തെ അവർ കാതിലും കഴുത്തിലുമുള്ളതെല്ലാം എടുത്ത് ഉരുപ്പിടികളെല്ലാം ഇട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി കാളക്കുട്ടി. മിസ്രൈംകാർക്ക് ഈ കാളക്കുട്ടി ഒരു വിഷയമല്ല. അത് ആ നാട്ടിലെ സ്ഥിരം സംഭവമാണ്. അത് ഏതായാലും ഉണ്ടാക്കാൻ കൂട്ടുനിന്ന വ്യക്തി അഹരോനാണ്. പുതിയൊരു വ്യക്തിയല്ല. ദൈവത്തെക്കുറിച്ച് നന്നായി മനസ്സിലായ മനുഷ്യനാണ്. അത്ഭുതങ്ങൾ മുഴുവനും കണ്ടവനാണ്. ദൈവം ആരാണെന്ന് ഫറവോന് വരെ മനസ്സിലാക്കി കൊടുത്ത ഈ മനുഷ്യൻ യഹോവയെ ഉണ്ടാക്കി. ഹല്ലേലൂയ. കാരണം ദൈവത്തെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നാളെ നമ്മുടെ ദൈവത്തിന് ഒരു ഉത്സവം. അവിടെ എതിരിക്കുന്നത് ലോർഡ് എന്ന് തന്നെയാണ്. യഹോവയ്ക്ക് ഒരു ഉത്സവം. യഹോവ എന്നെതിരിക്കുന്ന യാവേ എന്നുള്ള പദത്തിൽ നിന്നാണ് യഹോവ എന്ന് വന്നിരിക്കുന്നത്. യാവയുടെ സ്പെല്ലിംഗ് വരെ എഴുതാൻ ഹീബ്രു സ്ക്രൈബ്സ് വിറയ്ക്കും. അത്രയും വിശുദ്ധിയുള്ള ഒരു പേരാണ്.
ആ പേരാണ് ഈ കാളക്കുട്ടിക്ക് ഇട്ടത്. അപ്പൊ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതല്ല തെറ്റ്, ആ ഉണ്ടാക്കിയ കാളക്കുട്ടിക്ക് യഹോവ എന്നുള്ള പേരിട്ടതാണ് അഹരോൻ ചെയ്ത തെറ്റ്. ഹല്ലേലൂയ. കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് അല്ല തെറ്റ്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ബാലെന്ന് എഴുതിയിരുന്നെങ്കിൽ, വിളിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് ഇത്രയും കോപം വരത്തില്ലായിരുന്നു. നമ്മെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്നത് ഈ കാളക്കുട്ടിയാണെന്ന് പറയുന്നത് ഈക്വലായിരുന്നു ഇത്. ആ കാളക്കുട്ടിക്ക് യഹോവ എന്ന് പേരിട്ടെങ്കിൽ ഈ കാളക്കുട്ടിയാണ്, ഈ നിസാരനായ ഒരു സംഗതിയാണ്, നമുക്ക് വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് നമ്മെ കൊണ്ടുവന്നത്. അപ്പൊ അവർ ചെയ്ത തെറ്റെന്ത് എന്നുള്ളത് റോമർ 1:21 എഴുതി. എന്താണത് തെറ്റ്? അവിടെ ആ മെസ്സേജ് വരുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അവർ ദൈവം ആരെന്ന് അറിഞ്ഞതാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ, ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല, നന്ദി കാണിക്കുകയോ ചെയ്യാതെ, ഹല്ലേലൂയ, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. തീർന്നില്ല. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി പലതിന്റെയും ഷേപ്പിലാക്കി മാറ്റി. അതാ ഇവിടെ സംഭവിച്ചത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെ കുറച്ചു കളഞ്ഞാൽ ദൈവത്തിന്റെ അഗ്നി ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് തെളിയിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അവന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. 3 കാര്യം തുടരുന്നെന്ന് തമ്പുരാൻ വ്യക്തമായി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. 1, അവന്റെ മഹത്വം. 2, ദശാംശം, അത് ദൈവത്തിനുള്ളതാ. 3, പ്രതികാരം. ഈ 3 കാര്യം സ്പെസിഫിക് ആയി പറഞ്ഞു. തുടരുത്, അവന്റെ മഹത്വത്തെ തുടരുത്. യെസ്, അഭിഷേകം പോയിട്ടും പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ഒരു മനുഷ്യൻ ബൈബിളുണ്ടെങ്കിൽ അത് ശിംശോനായിരുന്നു. ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ പഴയതുപോലെ കുതിച്ചെഴുന്നേക്കാൻ നോക്കിയപ്പോ മനസ്സിലായി സംഗതി വിട്ടുപോയെന്ന്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഭൂതം ഇളകുമ്പോൾ വളരെ ബഹളം ഉണ്ടാക്കിയാ പോകുന്നത്, അല്ലേ? പിശാച് ഇളകുമ്പോൾ ബഹളം ഉണ്ടാക്കിയാ പോകുന്നത്. അല്ല, ശരി, ഇത് ഇത്ര ദൂരം എത്തിയോ? ബഹളം ഉണ്ടാക്കിയാ പോകുന്നത്. പക്ഷേ ആത്മാവ് പോകുന്നത് ഒരാളറിയത്തില്ല. അപ്പൊ കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക, പോയോ ഇല്ലെന്ന് ഇപ്പൊ തെളിയിക്കണം. ആത്മാവ് പോകുമ്പോൾ ബഹളം ഉണ്ടാക്കാതെ അങ്ങ് ഇറങ്ങിപ്പോകും, ഒരാളറിയത്തില്ല. പക്ഷെ വരുമ്പോഴും ആത്മാവ് വരുമ്പോ 10 പേരെ അറിയിച്ചിട്ടേ ഇത് വരത്തുള്ളൂ. ആ ആത്മാഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് അവിടെ ഇടി, ഇവിടെ ഇടി, ഇവിടെ ഉരുണ്ട്, അവിടെ ഉരുണ്ട്, 10 പേര് പിടിച്ചാൽ നിൽക്കത്തുമില്ല. ഇത് പരിജ്ഞാനക്കേടൊന്നുമല്ല. ആത്മാവ് വരുമ്പോ ഇങ്ങനെയാ വരുന്നത്. തിരുവചനം മുഴുവനും വായിച്ചാലും ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ അവന്റെ മേൽ വന്നെന്നാ തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരാവും. അങ്ങനെ വന്നവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ തൊട്ട് തടവി ഇതൊന്നുമല്ല നിലനിൽക്കുന്നത്. ആത്മാവിന്റെ ശക്തിയോടെ വന്നവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇത് പോകുന്നത് അറിയത്തില്ല. നേരെ മറിച്ച് പിശാചാണെങ്കിലോ വന്നത് ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ആരുടെയൊക്കെ ശരീരത്തിലുണ്ടെന്ന് ഇപ്പൊ തെളിയാം. ഇത് വന്ന അറിയത്തില്ല, പോകുമ്പോ 10 പേരെ അറിയിച്ചിട്ടേ ഇത് പോകത്തുള്ളൂ. ഇതാ രണ്ടിന്റെ വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, സർവശക്തനായ ദൈവത്തെ അവരെന്ത് ചെയ്തു? കാളക്കുട്ടിയുടെ രൂപത്തിൽ ഉണ്ടാക്കി. ആദാം ചെയ്ത തെറ്റ്, ആദാമിന്റെ ലംഘനം എന്തായിരുന്നു ഞാൻ പറയാം. പാമ്പ് പറഞ്ഞത് വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? അനുസരണക്കേടിനേക്കാൾ വലിയൊരു പാപം ഞാൻ പറയാം. ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകത്തില്ലെങ്കിൽ ദൈവം നിന്റെ ഷേപ്പിൽ ഇറങ്ങുമെന്നാ. രണ്ടർത്ഥമാണ്. ഒന്നുമില്ലെങ്കിൽ നീ ഇത് കഴിക്കുമ്പോൾ ദൈവത്തെ പോലെ ആകും, അല്ലെങ്കിൽ ദൈവം എത്ര ഉള്ളടാ നിന്റെ അത്ര വരുമെന്ന. ഈ മഹത്വത്തെ മാത്രം തൊട്ട് കളിക്കരുത്. ശിംശോന്റെ ആത്മാഭിഷേകം നഷ്ടപ്പെട്ടിട്ട് തന്നെ ദാഗോന്റെ അടുക്കൽ കൊണ്ടുപോയി മാവൊടിപ്പിക്കുമ്പോൾ ചെമ്പു ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചതാ. ഇതിലും വലിയ ബന്ധനം വന്നിട്ട് അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധനമുണ്ടെങ്കിൽ വിടുതലുണ്ട്. ബന്ധനമുണ്ടെങ്കിൽ വിടുതലുണ്ട്. ഇത് പല പ്രാവശ്യം അദ്ദേഹം എക്സ്പീരിയൻസ് അനുഭവിച്ച മനുഷ്യനാണ്. ബന്ധിക്കപ്പെട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് വളരെ സന്തോഷമുണ്ടായി. പക്ഷെ തൊട്ടു നോക്കിയപ്പോൾ അതാ മനസ്സിലായത്. ഉടനെ യഹോവയുടെ ആത്മാവ് ഉയരത്തുനിന്ന് വന്ന്
ആമേൻ ചങ്ങലകളെ പൊട്ടിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കെട്ടിയ കെട്ടുകളെ പൊട്ടിക്കുക. പക്ഷേ ഒരിക്കലും പൊട്ടിക്കാത്ത ഒരു കെട്ടുമായിട്ട് ഇന്ന് ചെമ്പ് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിട്ട് ആമേൻ ദാഗോന്റെ മുന്നിൽ ആമേൻ മാവ് മുടിക്കുമ്പോൾ തനിക്ക് കണ്ണില്ല. കണ്ണിന്റെ പ്രതികാരത്തിനാണ് ചെയ്തതെങ്കിലും തനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഒരൊറ്റ കാര്യമാണ് ചോദിച്ചത്, ദാഗോനാണ് ആ വലുതെന്ന്. നിന്റെ ദൈവത്തെ ഇത്രകാലം നീ തെളിയിച്ചു, ആ ദൈവമാണ് വലുതായിരുന്നെങ്കിൽ നീ ഇവിടെ കിടന്ന് ഞങ്ങളും വിൽച്ചാന്ന് വരയ്ക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം നീ സമ്മതിക്കണം, ഞങ്ങളുടെ ആശാനാ വലുത്. ആമേൻ. എങ്ങനെ പറയും, ഞാൻ ചെയ്ത പാപം നിമിത്തമാണ് ഞാൻ ഇങ്ങനെ ഒരു ഗതികേടിൽ വന്നതെന്ന് ഏത് ഭാഷയിൽ ഞാൻ ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കും? ഏതായാലും കൊള്ളാം, ദൈവത്തോടൊരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് എന്റെ കണ്ണും വേണ്ട, എനിക്ക് ഈ ചങ്ങലയിൽ നിന്നുള്ള വിടുതലും വേണ്ട, ഞാൻ ഇവിടെ മാവ് കുടിക്കാം. പക്ഷെ ഒരൊറ്റ കാര്യം, നിന്റെ മഹത്വം നീ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് ഈ ചെകുത്താന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിന്റെ മഹത്വം നീ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ഇവര് മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് 3000 ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആമേൻ നിമിഷ നേരം കൊണ്ട് ആമേൻ തകർന്ന് തരിപ്പണമായി ചത്തത്. ഇന്ന് രാത്രി അവന്റെ മഹത്വത്തെ മാത്രം അവൻ വിട്ടുകൊടുക്കയില്ല. ആമേൻ ദൈവം തന്റെ മഹത്വത്തെ ആർക്കും വിട്ടുകൊടുക്കയില്ല. മനസ്സിലാക്കുന്നവർക്ക് രൂപത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. ഇന്ന് രാത്രി ഒരു നല്ലൊരു സന്ദേശം ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. അപ്പോൾ അഹരോൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, കാളക്കുട്ടിയെ ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയ കാളക്കുട്ടിക്ക് യഹോവ എന്നുള്ള പേരിട്ടു. യഹോവ എന്നുള്ള ഒരു പേരിട്ടു. അവർ ദൈവത്തെ അറിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? മഹത്വീകരിച്ചില്ല. എന്തിനാ നമ്മെ സൃഷ്ടിച്ചത്? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 49-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക. അങ്ങനെയാണോ? അല്ല, ദൂരത്തുള്ള വംശങ്ങളെ എന്തായിരുന്നത്? യെശയ്യാവ് 49:1. ആരെങ്കിലും ഇവരൊക്കെ വായിച്ചേ പെട്ടെന്ന്. ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ. എവിടുന്നാ വിളിച്ചിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞേ. ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതല്ല എന്റെ മെസ്സേജ്. പക്ഷെ ഞാൻ അതിന്റെ അടുത്ത ലെവലിലേക്ക് വരാം. അതും പോട്ടെ. നോക്കോണേ, ചിലത് പുറത്തു വരാൻ പോകുക ഈ ദിവസങ്ങളിൽ. ആരോടെന്ന് എനിക്കറിയത്തില്ല. അല്പകാലം നീ അകത്തിരുന്നാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നിന്നെ വേണ്ടെന്നല്ല. ഈ 2008 ദൈവം നിനക്ക് തന്നിരിക്കുന്നത് നിന്നെ പുറത്തു കൊണ്ടുവരാനാ. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് സന്ദേശമുണ്ട്. നീ ഒതുങ്ങിയിരുന്നപ്പോ പിശാച് വിചാരിച്ചു സീനിൽ നിന്ന് നീ ഔട്ടായെന്ന്. ഇല്ല, നീ പോയിട്ടില്ല കുഞ്ഞെ. ആമേൻ. തമ്പുരാൻ നിന്നെ പുഷ്പം പോലെ പുറത്തെടുക്കുന്ന ഒരു വർഷത്തിലേക്കാണ് ദൈവം നിന്നെ എത്തിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുകയാണ്. അതുകൊണ്ട് തീർന്നില്ല. അടുത്തത്, ഞാൻ നിന്നിൽ മഹത്വീകരിക്കും. അതിന്റെ വേറൊരു ഭാഷ പറഞ്ഞാൽ, നീ എനിക്ക് മഹത്വം തരും. ഹല്ലേലൂയ. എപ്പോഴാ തരുന്നത്? പിശാച് ഇടിച്ച് നിന്നെ ഒരു പരുവമാക്കി കെട്ടിത്തൂക്കുമ്പോൾ തമ്പുരാൻ ഗ്ലോറി. അപ്പോഴാണ് നമ്മൾ ഗ്ലോറിഫൈഡ് ആയല്ലോ. അപ്പോഴല്ല പാടുന്നത്. ശത്രുവിനെ നീ തറവറ്റിക്കുമ്പോഴാണ് തമ്പുരാൻ കൈയടിക്കുന്നത്. കാരണം തിരുവചനം മുഴുവനും വായിക്കുന്നത്, ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കും. ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കും. ഇന്നലെ രാത്രി ഞാനതാ പറഞ്ഞത്. പ്രയാസങ്ങളും പ്രതികൂലത്തിലൂടെ അല്പസമയം പോയാലും അവൻ ഇയ്യോബിന്റെ മുൻകാലത്തെക്കാൾ ദൈവം അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഒരു പ്രയാസത്തിലൂടെയും പ്രശ്നത്തിലൂടെയും നിങ്ങൾ പോയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീർന്നൊന്നുമല്ല. അത് പിശാച് എന്ന് കേൾക്കട്ടെ, തീർന്നെന്നല്ല. തമ്പുരാൻ എന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെന്റെ അനുഭവമാ ഞാൻ പറയുന്നത്. അനുഭവമാ. ഞാൻ തീർന്നെന്ന് പറഞ്ഞ് തറ വെട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ തമ്പുരാൻ എന്നെ പൊക്കിയത്. ഇത് തന്നെയാണ് ഇതിന്റെ അകത്തിരിക്കുന്ന പലരുടെയും അവസ്ഥ. അവൻ പിശാചിനെ എങ്ങനെ ഷോക്കടിക്കാതിരിക്കും എന്ന് രാത്രി അവൻ തീർന്നെന്ന് പറഞ്ഞതെല്ലാം ആമേൻ 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 വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അടച്ചു വെച്ചതെല്ലാം തമ്പുരാൻ തുറന്നു വിടുകയാണ്. ആമേൻ. ഏലിയാവ് ചൂരച്ചടയിൽ കീടുകിട വിറച്ച് ചാകാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു ദൂതൻ വന്നിട്ട് തന്നെ തട്ടി ഉണർത്തുമ്പോൾ ഇന്ന് രാത്രി ആ സന്ദേശമാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ ഓർമ്മിപ്പിക്കുന്നത്. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ നിന്നെ തളർത്തുവാൻ ഒരു ലെറ്റർ വരുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കാൻ 2 ദൂതൻ വരും. സാഹചര്യങ്ങൾ നിന്നെ തളർത്തുവാൻ ഒരുത്തനാണ് വന്നതെങ്കിൽ നിന്നെ ഉണർത്തുവാൻ 2 പ്രാവശ്യം ദൂതനെ അയക്കും.
എന്താ കാര്യം? ദൈവത്തിന്റെ ശബ്ദം നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, നിനക്ക് മനസ്സിലാകുന്നത് വരെ ആമേൻ ശബ്ദിക്കുന്ന ഒരു ശബ്ദമുണ്ടെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ ശബ്ദമാണ്. കാരണം എന്ത്? നീ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട വ്യക്തിയാ. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്. പട്ടിണി കടന്ന് കടവാരം കയറി 10 പേരുടെ മുന്നിൽ ആമേൻ ഇരക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ തോൽക്കാനാണ് വിളിച്ചതെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ നിന്നെ ഇരുത്തേണ്ട കാര്യമില്ലായിരുന്നു. ഹല്ലേലൂയ. കൃപ പോയ ആദാമിനെ ആ തോൽവി വന്നിട്ടുള്ളൂ. അവൻ ഒടുക്കത്തെ ആദാമിനെ സ്വീകരിച്ചവർ സകലരും ആമേൻ തകരാനല്ല ദൈവം നിന്നെ വിളിച്ചത്, സകലത്തിന്റെ മേലും വാഴുവാൻ തന്നെയാണ്. Praise the Lord. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പറഞ്ഞാൽ അവൻ തമ്പുരാൻ ഒരിക്കൽ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആകയാൽ ഇസ്രായേലേ കേൾക്കുക, ഇന്ന് നീ യോർദാൻ കടന്നിട്ട് നിന്നെക്കാൾ വലുപ്പവും ആമേൻ ശക്തനുമായിരിക്കുന്ന അനാക്ക് മല്ലന്മാരെ നീ ഒതുക്കാൻ പോവുകയാണ്. എന്തിനധികം? ആമേൻ അവൻ നിന്നെക്കാൾ ചെറുതിന്റെ അടുക്കലേക്കല്ല അയക്കുന്നത്, നിന്നെക്കാൾ വലുതിന്റെ അടുക്കലേക്ക്. എന്ന് മനസ്സിലാക്കണം. നിന്നെക്കാൾ വലുപ്പവും നിന്നെക്കാൾ ഉറപ്പും. എന്തിന്? കണ്ടാൽ ഭയക്കുന്ന അനാക്കിന്റെ മുന്നിൽ ആരാടാ എന്ന് ചോദിക്കുന്ന പഴഞ്ചൊല്ലിരുന്ന് ഞങ്ങളോട് കളിക്കാൻ ഒരുത്തരും ഇല്ലെന്ന് പറയുന്നതിന്റെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. നാളത്തെ കാര്യമല്ല പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. എന്നാൽ ഒരൊറ്റ കാര്യം, ഒരു യോർദാൻ നിനക്ക് മുമ്പേ കടക്കണം. ആ യോർദാൻ കടന്നിട്ടാണ് നീ ശത്രുവിനെ ഒതുക്കുന്നത്. യോർദാൻ എന്താ? ലെബനോൻ പർവ്വത നിരകളിൽ നിന്ന് കുത്തിയൊലിച്ച് ചാവുകടലിൽ പതിക്കുന്ന യോർദാൻ അനക്കമില്ല. ഇത് രോഗത്തെയും ദുഃഖത്തെയും മരണത്തെയും കാണിക്കുന്നു. ഇതിന്റെ മധ്യത്തിലൂടെ നിനക്ക് ഒരു യാത്രയുണ്ട്. അതിന്റെ അർത്ഥം നീ തീർന്നതല്ല. യോർദാനിന്റെ രാത്രി നീ കടന്നാൽ ആമേ ശത്രുവിനെ നീ ഒതുക്കാനുള്ള ഒരു യാത്രയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. യോർദാനിലൂടെ നിനക്കൊരു യാത്രയുണ്ടെങ്കിൽ അത് വേറൊന്നിനുമല്ല. നിന്നേക്കാൾ ബലവാനായി നിന്നെ ഒതുക്കുമെന്ന് വാദിച്ചവനെ ഒതുക്കുവാൻ. അവന്റെ മഹത്വം, അവന് മഹത്വം കൊടുക്കണമെങ്കിൽ ചെറുതിനെ ഈ ഇരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മേല് ഞാൻ ഇവനോട് ഗുസ്തി കൂടി ഇവനെ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യൊന്നും അടിക്കത്തില്ല. എന്നാൽ ആ ചെറിയ കുഞ്ഞിനെ തല്ലാൻ തോന്നിയല്ലോ കേൾക്കുന്നത് നിങ്ങൾ പറയത്തുള്ളൂ. എന്നാൽ അവനെ ഇടിച്ച് താഴ്ത്തിയാൽ നിങ്ങൾ കൈയടിക്കും. കാരണം എന്താ? ഇത്രയും വലിയൊരു മനുഷ്യനെ ആ ചെറിയ കുഞ്ഞടിച്ചു വിടും. അപ്പോഴാ തമ്പുരാൻ കൈയടിക്കുന്നത് എന്ന് രാത്രി മനസ്സിലാക്കിക്കോണം. ചെറുതിന്റെ അടുക്കലേക്ക് ദൈവം തന്നെ അയക്കത്തില്ല, വലുതിന്റെ അടുക്കലേക്ക്. കാരണം എന്താ? ദൈവം സർവശക്തനായത് കൊണ്ട് തന്നെ. ദൈവം സർവശക്തനായതുകൊണ്ട് അവന്റെ മഹത്വം ചെറുതല്ല. അവന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഈ മനുഷ്യൻ കാളക്കുട്ടി ഉണ്ടാക്കാൻ വിളിച്ചവനല്ല. ഈ അഹരോന് എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളതാ എന്റെ വിഷയം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 24-ാം വാക്യത്തില് പെട്ടെന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 24. പെട്ടെന്ന്. അങ്ങനൊന്നുമില്ലേ? ഒരു മിനിറ്റ്. ഈ മനുഷ്യനെ വിളിച്ചത് അഹരോനുമായിട്ട് കയറി വരാൻ. ആരെയാ? എവിടേക്കാ? സീനായി പർവ്വതം. നമ്മൾ കേട്ടിരിക്കുന്നത് സീനായിലേക്ക് മോശയെ മാത്രം വിളിച്ചു. ഇല്ല, അഹരോനെ നിന്നെ വിളിച്ചിട്ടുണ്ട്. തമ്പുരാൻ പറഞ്ഞു, ഇപ്പൊ നീ ഇറങ്ങിച്ചല്ലേ, എന്നിട്ട് അഹരോനെയും കൂട്ടി വരാൻ പറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കൊതിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിലോ മോശയാണ്. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ അങ്ങനെ സ്വാർത്ഥനാകണ്ട, ഇത് അനുഭവിക്കാൻ നിന്റെ സഹോദരനെ കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. ഇതിനാണ് അദ്ദേഹത്തെ താഴെ വെക്കിയത്. പക്ഷെ മുകളിലേക്ക് അഹരോൻ പോയില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം ജനത്തിന്റെ ഇടയിൽ കറങ്ങുകയാണ്. അങ്ങനെ കുറെ അഭിഷേകമുള്ളവരുണ്ട്. അവർക്ക് ദൈവ സാന്നിധ്യത്തിലൊന്നും ഇരിക്കണം താല്പര്യമില്ല. അവർക്ക് TV സീരിയൽ സന്തോഷമാണ്. അതിൽ ഉറക്കവും വരത്തില്ല. തിരുവചനം വായിക്കുമ്പോഴാണ് ഇവരൊക്കെ ഉറങ്ങുന്നത്. അവർക്ക് സന്തോഷം 10 പേരുടെ കുറ്റം പറയുന്നതിൽ സന്തോഷം. വിലമുടക്കി പ്രാപിക്കുന്ന അഭിഷേകം എത്ര നിമിഷം കൊണ്ടാ പോകുന്നത്? ഒരു സഹോദരി ആത്മാഭിഷേകം പ്രാപിക്കാൻ വന്നപ്പോ വേറെ ആൾ പറഞ്ഞു, വെറുതെ മെനക്കെടേണ്ട പാസ്റ്ററെ, അത് ചോർച്ചയുള്ള പാത്രമാണ്. കാരണം എന്നാ? ഇതൊക്കെ പ്രാപിക്കാനുള്ള തീക്ഷണതയുള്ളൂ. വഴി പോകുമ്പോഴേ പത്തനത്തിന്റെ കുറ്റം പറഞ്ഞ അപ്പോഴേ അതങ്ങ് തീർക്കും. ചിലവർക്ക് താല്പര്യം ജനം കൂടുന്നോർത്ത് അവർ കൂടും, ദൈവം കൂടുന്നോർത്തല്ല വരുന്നത്. അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വിഷയമേ അല്ല. അവർക്ക് ദൈവ സാന്നിധ്യം നിറകൾ നിർബന്ധമില്ല. എന്തൊക്കെയോ കൺവെൻഷൻ കാണിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങ് തീർത്തെന്നല്ലാതെ ഇവിടെ ദൈവം ഒന്നൊന്നും ഒരുത്തൻ ചോദിക്കുന്നില്ല. ഞാൻ വരാം ഇന്ന് ചില ലേറ്റ് ആയാലും കുഴപ്പമില്ല. കടശി യോഗമാ. അവൻ തമ്പുരാനുണ്ടോ എന്നുള്ളതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവമുണ്ടോ എന്നുള്ള വിഷയം.
ഇല്ല, ദൈവം ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഈ കാണുന്നതെല്ലാം വെറുതെ. ജനം വന്നിരിക്കുന്നത് മനോമേനോനെ കാണാനല്ല, ജനം വന്നിരിക്കുന്നത് രഞ്ജിത് പാസ്റ്ററെ കാണാനല്ല, ജനം വന്നിരിക്കുന്നത് ഇവിടുത്തെ ദൈവദാസന്മാരെ കാണാൻ വന്നതല്ല, ജനം വന്നിരിക്കുന്നത് അവരെ എത്തിച്ച ദൈവത്തെ കാണാനാണ് വന്നത്. ആ ദൈവം ഇവിടെ ഇറങ്ങിയിട്ടില്ല എങ്കിൽ നീ എങ്ങനെ ജനത്തിന്റെ ഇടയിൽ വന്നു? ഇപ്പൊ അവന് ജനത്തെ പ്രസാദിപ്പിക്കണം, അങ്ങനെ ഒരു അഭിഷേകമുണ്ട് കേട്ടോ, ജനത്തെ പ്രസാദിപ്പിക്കുന്ന അഭിഷേകം. ഈ ജനത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് താൻ കാളക്കുട്ടി ഉണ്ടാക്കിയത്. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്, ജനത്തെ ഭയപ്പെടുന്നവരുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അനുഗ്രഹം മേനോൻ കൈവച്ച തലമുരട്ടിയാലൊന്നും അനുഗ്രഹം വരത്തില്ല. അനുഗ്രഹം എങ്ങനെയാ വരുന്നത്? ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 22, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണെന്ന് തോന്നുന്നു. ബാലന്റെ മേൽ ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, നീ ദൈവത്തെ വിശ്വസിക്കുന്നു. അത് നമുക്ക് നന്നറിയണം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് അവൻ അത് നീതിയായി കണക്കിട്ട് ഇപ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പേരാ പ്രാപിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ. അതല്ലേ ഇവിടെ പറഞ്ഞത്? ഇവിടെ നീ എന്നെ സ്നേഹിക്കുന്നെന്നോ എന്നെ നീ വിശ്വസിക്കുന്നല്ല, നീ ഇപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, നീ എന്നെ ഭയപ്പെടുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരുമുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നവരുമുണ്ട്. ഞാൻ ഇച്ചിരി അങ്ങോട്ടൊന്ന് കയറട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവരുമുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്. എന്താ രണ്ടും വ്യത്യാസം സാർ? ഞാൻ പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡില്ല കേട്ടോ. ഇതുപോലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കണം. പറഞ്ഞു മനസ്സിലായില്ല? ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, പക്ഷെ ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 111 പറഞ്ഞ് യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളെ. ദൈവത്തെ ഭയപ്പെടുന്നവർ ഇതും, ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നതല്ല വലിയ കാര്യം, ദൈവത്തെ ഭയപ്പെടുന്നതാ കാര്യം. അവൻ നാം കൽപ്പന അനുസരിച്ചത് എന്റെ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല, കർത്താവിനെ ഭയപ്പെട്ടത് കൊണ്ട്. ഇത് ചെയ്യാൻ നീ മടി. അപ്പൊ എന്തോ ഒരു അനുസരണമായത്. എന്തനുസരണം അബ്രഹാം ചെയ്തിരിക്കുന്നത്? ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ കറക്റ്റായി പോയി, ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കാൻ പറഞ്ഞപ്പോ കറക്റ്റായി ചെയ്തു. അങ്ങനെ ഒരു ചെറിയ അനുസരണമൊന്നുമല്ല. ഞാനും നിങ്ങൾ പറയാനും ഈസിയാ, സംസാരിക്കാനും ഈസിയാ, വായിച്ചു വിടാനും ഈസിയാ, പക്ഷെ അത് അനുഭവിച്ചവരോട് ചോദിക്കണം എന്താ അനുസരണം. എന്തിനു വേണ്ടിയാ 25 വർഷം നീ കാത്തിരുന്നത്? എന്തിനു വേണ്ടിയാ ഈ നിന്ന നീ സഹിച്ചത്? ഇത്രയും കട്ടതയും നിന്നയും സഹിച്ചത് എന്തിനാ? നാട്ടുകാർ മുഴുവനും നിന്നെ പൊട്ടനെന്ന് വിളിച്ച് എന്തിനാ? കാരണം കടലിലെ മണത്തരികളെ കുഞ്ഞിനെ കണ്ടതുപോലെ നീ മോനെ മോളെ വിളിച്ചില്ലേ? ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളോട് ടാറ്റ ഡാഡിയാണെന്ന് പറഞ്ഞില്ലേ? ഇത് കേട്ടപ്പോൾ നീ പൊട്ടനാണെന്ന് നാട്ടുകാർ നിനക്ക് വിധി എഴുതി. ഇതിന്റെ മധ്യത്തിലും നീ തളർന്നില്ല, നീ നിന്റെ ദൈവത്തിൽ വിശ്വസിച്ചു. അതിന്റെ കാര്യം എന്താ? നീ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. നീ ദൈവത്തെ വിശ്വസിച്ചാൽ നീ ദൈവം പറഞ്ഞതെല്ലാം ചെയ്യും. കേൾക്കുമ്പോ വലിയ സുഖമുണ്ട്, പക്ഷെ അനുസരിച്ച് നോക്കണം. 25 വർഷമായി താൻ ഏതിനു വേണ്ടി കാത്തു നിന്നതോ അത് ലഭിച്ചപ്പോൾ തനിക്കുണ്ടായ സന്തോഷം ഇങ്ങനെ നന്നായി വരുന്ന സമയത്ത് ഓർക്കാപ്പുറത്തൊരു ഇടി കിട്ടി. ഇത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ കുഞ്ഞിനെ കൊല്ലണം. ഈസിയാ പ്രസംഗിക്കാൻ, കൊല്ലണം. എന്റെ ചങ്ക് പറിച്ചു തരാൻ പറഞ്ഞാൽ തരും, ഹൃദയം തുറന്നു തരാൻ പറയാൻ തരും. പക്ഷെ ഞാൻ എന്തിനു വേണ്ടി കാത്തു നിന്നു? ഈ നിന്ന മുഴുവൻ സഹിച്ചോ? അതിനെ നീ ചോദിക്കരുത്, കുഴപ്പമില്ല, നന്നായി തീരുമാനിച്ചിട്ട് മതി. വേണമെങ്കിൽ ഒരു 3 ദിവസം എടുക്കും. ചോദിക്കേണ്ടവരോട് ചോദിക്കുക. അനുസരിക്കുന്നത് ശരിയാണോ തെറ്റാണോ നന്നായി ചോദിച്ച് മനസ്സിലാക്കിയതിനെ മാത്രമേ സ്ഥാനപ്പെടുത്താവൂ. എന്റെ സഭയിൽ ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാനാണ് തീരുമാനിച്ചു. അവര് നാട്ടിൽ പോയി, കണ്ണൂര്. തിരിച്ചു വന്നപ്പോ എന്നെ വിളിച്ചില്ല. പക്ഷെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഇടയനല്ലേ. ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, പാസ്റ്ററെ ഇത്ര തിരക്കില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് തിരക്കില്ല, ഞാൻ വരാം, വീട്ടിലേക്ക് വരാം, പ്രാർത്ഥിക്കാം, ചില അസുഖം കൊണ്ടുണ്ട്. ഇല്ല വേണ്ട, ഞങ്ങളിപ്പോ ഇവിടെ ഇല്ല. പുള്ളിക്കാരൻ അനിയൻ വിശ്വാസത്തില്ല. പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തോ ഒരു അപാകതയൊക്കെ തോന്നലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, പാസ്റ്ററെ നീ വിളിക്കണ്ട, വരത്തില്ല.
കാരണം വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാർ ചിലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പെന്തുക്കോസാരെല്ലാം കള്ളന്മാരാ, അവരുടെ പണിയായത്, അതുകൊണ്ട് സൂക്ഷിച്ചവന്മാരെ വീട്ടിൽ കയറ്റുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ പാസ്റ്ററെ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ സ്തോത്രം, ഇല്ലെങ്കിൽ ഞാൻ ഇതിന് സ്നാനം കൂടെ കൊടുക്കായിരുന്നു. ഈ ചാകാത്തനെയൊക്കെ കുഴിച്ചിടുന്ന നല്ല സ്നാനം, അത് മനസ്സിലാക്കണം. സമർപ്പിക്കുവാൻ നട്ടലുള്ളവന്റെ സ്നാനം കൊടുക്കത്തുള്ളൂ, അതിനുള്ളതിന് ഇന്ന് രാത്രി ആൾട്ടർക്കോട് കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഇമോഷണൽ ആയിട്ടോ നല്ല പ്രസംഗം മേനോനിങ്ങൾ പ്രസംഗിക്കാനാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിങ്ങനെ പ്രസംഗിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഉപജീവനത്തിന് പിന്നെ വേറെ ഒന്നും വേണ്ട. എന്നാ എനിക്ക് ഇവിടെ അതല്ല സ്നാനം. 3 ദിവസത്തെ യാത്ര എന്തിനാ കൊടുത്തത്? വേറെ എന്താ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? നിനക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കേണ്ടവരെല്ലാം ചോദിച്ചോണം. തീരുമാനമാണെങ്കിൽ ഒന്നാണ് തീരുമാനിച്ചതെങ്കിൽ അത് തീരുമാനമായിരിക്കണം. ഇങ്ങനെ ആടുന്ന തീരുമാനം നമ്പുരാൻ വേണ്ട. ഓരോ പ്രസംഗം കേൾക്കുമ്പോ അങ്ങ് ചിന്തിക്കുകയാണ്, അയ്യോ അനുസരിക്കുന്നത് നല്ലതാ. ഇത് തന്നെ ആദ്യത്തെ പാസ്റ്റർ പറഞ്ഞത്, രണ്ടാമത്തെ പാസ്റ്റർ അത് തന്നെ പറഞ്ഞു. അപ്പൊ എന്നോട് തന്നെയാ തോന്നുന്നത് അനുസരിക്കണം. എന്നിട്ട് അനുസരിക്കുക. ഇനി നോക്കാം, അടുത്ത കൺവെൻഷൻ സീസൺ അല്ലേ ഇപ്പൊ, അടുത്ത കൺവെൻഷൻ പോകും, അവിടെയും ഇങ്ങനെ അത് തന്നെ ഇവിടെയും പറയുന്നു. ഇങ്ങനെ തീരുമാനിച്ച് ഇവൻ അനുസരിക്കത്തില്ല. ഒരിക്കൽ ഒരുത്തരം കല്യാണത്തിന് പോകാൻ പാന്റ് തുന്നിയപ്പോ 2 ഇഞ്ച് അങ്ങ് കൂടിപ്പോയി. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്, എനിക്കതായാലും ടൈലറിങ് അറിയാവുന്ന ഭാഗ്യമായി. അദ്ദേഹം സ്റ്റിച്ച് ചെയ്തപ്പോ 2 ഇഞ്ച് കൂടുതലാ, എടി നീ ആ 2 ഇഞ്ച് അങ്ങ് കട്ട് ചെയ്യാം. പുള്ളിക്കാരത്തി പറഞ്ഞു 100 കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയിൽ ഈ 2 ഇഞ്ച് മനുഷ്യ പോവാ. പുള്ളിക്കാരൻ പറഞ്ഞു, മൂത്ത മോൾക്ക് ഞാൻ എന്തിനാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്? മൂത്ത മോള് പറഞ്ഞു, നാളെ പ്രാക്ടിക്കലാ ഡാഡി, എനിക്ക് പണി അറിയാം, പക്ഷെ നാളെ പ്രാക്ടിക്കലാ. രണ്ടാമത്തെ മോൾക്ക് നാളെ പ്രൊജക്ട് വർക്ക്, മൂന്നാമത്തെ ആൾക്ക് ഹോംവർക്ക്. 4 പേർക്കും എക്സ്ക്യൂസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇനിയിപ്പോ വലിയ കാര്യമൊന്നുമല്ല, നാളെ ഞാൻ പോകുമ്പോ 2 ഇഞ്ച് മടക്കി വെച്ചങ്ങ് പോകും, കല്യാണത്തിനല്ലേ. ഇത് ഹാങ്ങറിൽ തൂക്കിയിട്ട് കിടന്നപ്പോ ഭാര്യയ്ക്ക് ഉറക്കം വരുന്നില്ല. അച്ഛനൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്കാരത്തെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞു കിടന്നു. ഫോട്ടോ ഒന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റിട്ട് ഹാങ്ങറിൽ കിടന്ന പാന്റിന് 2 ഇഞ്ച് കട്ട് ചെയ്ത് നീറ്റായിട്ട് അവിടെ തൂക്കിയപ്പോൾ മൂത്ത മോൾക്ക് മനസ്സാന്തരം ഉണ്ടായി. ഡാഡി ഒരു കാര്യം പറഞ്ഞതാ, ഇനി പോട്ടെ. അവള് മമ്മി കട്ട് ചെയ്ത് അറിയാതെ അവള് 2 ഇഞ്ച് കട്ട് ചെയ്ത് കടന്നപ്പോ രണ്ടാമത്തെ മോൾക്ക് മനസ്സാന്തരം ഉണ്ടായി. ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് പാന്റ് തരുക, എവിടെ ഇവിടെ കിടന്നിരുന്ന പാന്റ് എവിടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മനുഷ്യ അവിടെ തന്നെ കിടപ്പുണ്ട്. നോക്കിയപ്പോ ട്രൗസറാ. ഞാൻ പാന്റല്ലേ ഇട്ടത്, ഇവിടെ ഇങ്ങനെ ട്രൗസർ വന്നത്. അതെനിക്കറിയത്തില്ല, ഞാൻ 2 ഇഞ്ച്. മോള് പറഞ്ഞു, ഞാൻ 2 ഇഞ്ച്. ഇതാരും അറിഞ്ഞില്ല. ഓരോരുത്തരും 2 ഇഞ്ച് അനുസരിക്കേണ്ട സമയത്ത് അനുസരിച്ചില്ലെങ്കിൽ പാന്റ് ട്രൗസർ ആവും. ഇതിൽ കൂടുതൽ എന്നാ പറയുന്നത്? നമുക്ക് നീ തീരുമാനിക്കുകയാണെങ്കിൽ തീരുമാനമായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് നാട്ടുകോള് വരുന്നത്. അല്ലാതെ ഒരു ഇമോഷണൽ ആകുമ്പോ ഒരാൾ കൈവക്കി ഓടിക്കൊണ്ടേ മുക്കുന്നതല്ല. ഒരു സ്ഥലത്ത്, കേരളത്തിൽ, ഞാൻ സ്ഥലത്തും പറയുന്നില്ല, പിന്നെ നിങ്ങൾ പെട്ടെന്ന് പിടിക്കും, മലയാളികളെ നല്ല ബുദ്ധിയാ. അതുകൊണ്ട് 99 പേര് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരാളും ഉണ്ടെങ്കിൽ 100 ആക്കാമായിരുന്നു, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ 100 ആക്കാമായിരുന്നു, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ 100 ആക്കാമായിരുന്നു. 10 പ്രാവശ്യം പറഞ്ഞപ്പോ ഒരുത്തൻ എന്താ പറഞ്ഞേ? ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കോ പ്രയോജനമില്ല, നിനക്കെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അദ്ദേഹത്തെ സ്നാനപ്പെട്ടു. നാളെ എഴുതണം മാഗസിനിൽ 100 പേര് സ്നാനപ്പെട്ടെന്ന്. ഇതല്ല സ്നാനം. ദൈവത്തെ സ്നേഹിക്കുന്നത്, അനുസരിക്കുന്നതാണ്. ഹല്ലേലൂയ. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ വിറയ്ക്കും. പിന്നെ നീ അതിന് തർക്കത്തരം പറയത്തില്ല. ഇത് രാഷ്ട്രീയക്കാരൻ എഴുതിയ പുസ്തകമല്ല, തിരുവചനം. ഇതിന്റെ ഓരോ അക്ഷരങ്ങൾക്ക് ജീവനുണ്ടോ? ഹല്ലേലൂയ. അത് ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കി വേണം പ്രസംഗിക്കാം. Hallelujah. Praise the Lord. Praise the Lord. അനുസരിക്കുകയാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അനുസരിച്ചാൽ മതി. പിന്നെ പഴയ പരിപാടിക്ക് പോകരുത്. റൗഡി രക്ഷിക്കപ്പെട്ടു, പേര് രക്ഷിക്കപ്പെട്ട റൗഡി, കാരണം സ്വഭാവം മാറിയിട്ടില്ല. സ്നാനപ്പെട്ട റൗഡി, സ്വഭാവം മാറിയിട്ടില്ല. ഈ റൗഡി അഭിഷേകം പ്രാപിച്ചാല് അഭിഷിക്ത റൗഡി, സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല. ഇതിനെയാണ് നോക്കുന്നത്. ചത്തതിനെ കുഴിച്ചിടാകൂ. ഹല്ലേലൂയ. നിന്റെ മുഖം കണ്ടാൽ ജ്വലിക്കണം ദൈവത്തിന്റെ തേജസ്. കാരണം ആത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ അകത്തിരിക്കുക.
ആമേൻ. നാട്ടുകാർ എന്നെ കണ്ട് പറയണം, ഇവർ ശബ്ദമുണ്ടാക്കുന്നവരല്ല. അവിടെ സ്വഭാവം കാണുമ്പോൾ അവര് പറയണം, ഇവന്റെ അകത്ത് ദൈവമുണ്ട്, ഇവൻ യേശുവിനെ കൊണ്ടാണ് നടക്കുന്നത് പറയണം. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാവോ? സീനായ് പർവ്വതത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ആസ്വദിക്കാൻ ദൈവം ഇൻവിറ്റേഷൻ കൊടുത്ത മനുഷ്യൻ, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ, മനുഷ്യനെ ഭയപ്പെട്ട് മനുഷ്യന് വേണ്ടി കാളക്കുട്ടി ഉണ്ടാക്കി, ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തെ അപമാനിച്ചു. അവന്റെ മഹത്വത്തെ തൊട്ട് കളിക്കരുത്, മഹത്വത്തെ തൊട്ട് കളിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, 1 ശമൂവേലിന്റെ പുസ്തകം നിങ്ങൾക്ക് നല്ല പരിചയമാണ്. ഇതിലാണ് ഒരു ചെറുക്കനുള്ളത്, അതിന്റെ പേര് ശമൂവേല. എല്ലാരും ജനിച്ച ആദ്യത്തെ കൊച്ചൻ ആദ്യം ഇടുന്ന പേര് ശമൂവേൽ. ശമൂവേലിനെ പോലെ ഒരു ബാലെന്ന് പ്രവാചകൻ പ്രവചിക്കുകയും ചെയ്യും. ശമൂവേൽ, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാ. ആദ്യത്തെ കൊച്ചു ജനിച്ചപ്പോ ഞാൻ വിചാരിച്ചത് എന്ത് പേരാ അതിനിടുന്നത്. ഒരാൾ പറഞ്ഞു, എന്റെ കൊച്ചിന് ഞാൻ ആദ്യത്തെ പേരിട്ടത് എന്റെ പേരും ഭാര്യയുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ കൂട്ടിയിട്ടു. ഞാൻ നോക്കിയപ്പോ അങ്ങനെ വരുമ്പോ എന്റെ കൊച്ചിന്റെ പേര് മഷിയ, ഭാര്യയുടെ പേര് ഷീബയാ. എന്റെ അമ്മ പറഞ്ഞു, ഈ കടിച്ചാ പൊട്ടാത്ത പേരൊന്നും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കൂടെ ഒന്ന് വിളിക്കണ്ട. എന്റെ മൂത്ത പേര് കൊച്ചിന്റെ റേബയാ. ഒരു കൊച്ചിന് പേരിട്ടു, കടിച്ചാ പൊട്ടാത്ത പേരിടുമ്പോ സൂക്ഷിക്കണം. കൊച്ചു ഡിക്ഷണറി വളർന്നപ്പോ ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം കുരങ്ങ്. പേരിന്റെ അർത്ഥം ഇന്ന് വീട്ടിൽ പോയിട്ട് ഡിക്ഷണറി എടുത്ത് നോക്കണം, എന്താ എഴുതിയിരിക്കുന്നത് അറിയത്തില്ല. വിളിക്കാൻ ഈസിയുള്ള പേരാ ശമൂവേൽ. ഈ ശമൂവേലിനെ നിങ്ങൾക്കറിയാം, ഈ 3-ാം അധ്യായത്തിൽ, 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് ഇദ്ദേഹത്തിന്റെ എഴുന്നേൽപ്പ് അല്ലേ. ഇദ്ദേഹം വളരുന്നത് ആലയത്തിൽ. ഇദ്ദേഹത്തിന്റെ ജനനം ഒന്നും എന്റെ വിഷയമല്ല. ഒരു വ്യക്തിയുടെ കരച്ചിലിന് ദൈവം മറുപടി കൊടുത്തതാണ്. ഒന്ന് മനസ്സിലാക്കാൻ, 10 മാസം നിന്നെ അടച്ചു വെച്ചാൽ അതിന്റെ അർത്ഥം തീർന്നെന്നല്ല, 11-ാമത്തെ മാസം നിനക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. അതാ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി. അതാ ഈ ശമൂവേൽ ബാലൻ. പക്ഷെ ഈ ബാലൻ വളരുന്ന ആലയം ചില പെശക കൊണ്ടുപോകുമ്പോഴേ പലരും പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ ആലയൊന്നും അല്ല കേട്ടോ ഇപ്പൊ. അവിടെ ദൈവമൊന്നും ഇല്ല, അവിടെ വിളക്കുമില്ല, അവിടെ എണ്ണയില്ല, അവിടെ ഒരു ബന്ധവും ഇല്ല. നീ അവിടെ കൊണ്ടുപോയിട്ട് ഈ ചെറുക്കനെ ഇട്ടിട്ട് എല്ലാം പാപം ചെയ്യുന്ന ഏലിപുരോഹിത തലമുറയുടെ കയറി നിന്റെ ചെറുക്കനും ചെന്നിട്ട് പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. സത്യമല്ലേ? അവിടെ മുഴുവനും പാപമാ ഒരുങ്ങിയിരിക്കുന്നത്. ഈ ആലയത്തിൽ ചെറുക്കനെ വിടുമ്പോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് പലരും. അമ്മ അതൊന്നും കേട്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പാപം നിന്റെ തലമുറയെ തൊടാതെ സൂക്ഷിക്കാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ നിന്റെ തലമുറ ഈ ലോകത്തിന്റെ മധ്യത്തിലൂടെ തന്നെ പാപം തൊടാതെ ദൈവം സൂക്ഷിക്കും. അപ്പൊ തലമുറ പാപം ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോ പിന്നെ അതിന്റെ പ്രായമല്ലേ എന്നൊരു എക്സ്ക്യൂസ് കൂടെ പറയുന്ന അപ്പനും അമ്മയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഈ മാതാവിനില്ല. ആലയത്തിൽ വളരുന്ന ചെറുക്കൻ വിളക്ക് കെടുന്നതിന് മുമ്പേ കയറി കിടന്നു. വിളക്ക് ആലയത്തിലോ? ലേവ്യ പുസ്തകം 6 എല്ലാത്തിലും എഴുതിയിരിക്കുന്നുണ്ട്, വിളക്ക് കെടരുത്, വിളക്ക് കെടരുത്, വിളക്ക് കെടരുത്, വിളക്ക് കെടരുത്. പക്ഷെ ഇവിടെ പറഞ്ഞു വിളക്ക് കെടുന്നതിന് മുമ്പേ. അങ്ങനെ പറയും, വിളക്ക് കെടുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. ആലയത്തിൽ വിളക്കില്ലെന്ന് എന്റെ അമ്മോ, എന്റെ ചർച്ചിന്റെ അതാ പറയുന്നത്. ആലയത്തിൽ വിളക്കില്ല. പിന്നെ കണ്ണൂറിച്ച് നോക്കുന്നേ, ആലയത്തിൽ വിളക്കില്ലെന്ന്. വിളക്കുണ്ടല്ലോ സാർ. അപ്പൊ എല്ലാം വിളക്കൊണ്ട് നടക്കുക. കത്തണ്ടേ? കത്തുന്നുണ്ട്. കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണ വേണം. എണ്ണയില്ലെങ്കിലും കത്തുന്ന വിളക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ. അത് കണ്ടിട്ടുണ്ട്. എണ്ണയ്ക്ക് അങ്ങനെ പ്രയാസമുള്ള സ്ഥലമാണെങ്കിൽ എണ്ണയില്ലാതെ കത്തുന്ന ഇലക്ട്രിക് വിളക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എണ്ണയില്ല, വിളക്ക് കെട്ടു. എണ്ണയില്ല, ഇവിടെ നോക്കി കേട്ടെ, ലോറി ഇങ്ങനെ പോകും, റോഡല്ലേ. എണ്ണയില്ലെങ്കിൽ വിളക്ക് കെട്ടു. വിളക്ക് കെട്ടപ്പോൾ എന്താ? ഇരുട്ട് കയറി. ഇരുട്ട് കയറിയപ്പോ ദൈവം വലിഞ്ഞു. ആലയത്തിൽ ഇരിക്കുക ദൈവം. ഇരുട്ടിൽ വസിക്കുന്നവനല്ലവൻ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നവനാണ്. ആലയത്തിൽ എണ്ണയില്ലെങ്കിൽ വിളക്കില്ല, വിളക്കില്ലെങ്കിൽ തമ്പുരാനില്ല. സ്ഥിരം കേട്ടിരുന്ന ശബ്ദമാ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. അതിനെ കേൾക്കാത്തത് കൊണ്ട് പുരോഹിതനോ തലമുറക്കോ യാതൊരു ആലോക്യവുമില്ല. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ.
ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേട്ട് ശീലിച്ച ചെവിയിൽ ഇന്ന് ഒരു രാത്രി ദൈവശബ്ദം ഇല്ലെങ്കിൽ നീ നിലവിളിക്കണം. പലരും എന്റെ അടുത്ത് പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം കേട്ടത് അപ്പൊ കേൾക്കുന്നില്ല പാസ്റ്റർ, പ്രാർത്ഥിക്കണം. നമുക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. ദൈവം സംസാരിക്കാതിരുന്നാൽ നന്നായിരുന്നു. എന്തൊക്കെ കുരുത്തക്കേടാ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതിന് ഇപ്പൊ ദൈവം ഇടപെടാൻ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇടപെടുകയാണെങ്കിൽ എന്താ ഇടപെടുക നമുക്കറിയാം. എന്നെ രക്ഷയിലേക്ക് നയിച്ച കുഞ്ഞുമോൻ അമേരിക്കയിൽ, ഇദ്ദേഹം ഭാര്യയ്ക്ക് അവിടെ ജോലിയൊക്കെ ആയി നേഴ്സാ. പുള്ളിക്കാരത്തി നല്ല അടിപൊളിയായിട്ട് വണ്ടി എടുത്തു പോകും. ഇദ്ദേഹം അവിടെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാസ്റ്ററായി. അവിടെ ചെന്നപ്പോ പുള്ളിക്കാരൻ വണ്ടിയില്ല. പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു, ഏകദേശം കിട്ടിയ ദശാംശവും ദോത്രാഴ്ചയൊക്കെ ഒപ്പിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒപ്പിച്ചു. ഇത് കണ്ടുപിടിച്ച് കാര്യമൊക്കെ വന്ന് വാങ്ങാൻ പോകുന്നതിന്റെ തലേദിവസം ഇത് വാങ്ങാൻ വേണ്ടി രാവിലെ 3 മണിക്ക് എഴുതിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ ഒരു വെളിപ്പാട് കൊടുത്തു. കേരളത്തിൽ 3 പാസ്റ്ററുടെ അഡ്രസ്സും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവരെല്ലാം ചർച്ച് കെട്ടിയിട്ടുണ്ട്, പക്ഷെ പണി പൂർത്തീകരിക്കില്ല, കാശില്ലാതിരിക്കുക, കൊടുക്കണമെന്ന്. നമ്മളാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, നമുക്കറിയത്തില്ല എവിടെ അടിക്കണം, നമുക്കറിയാം. എന്നിട്ട് നാളെ സാക്ഷ്യം പറയും. ഞാനത് വാങ്ങാൻ പോകുമ്പോ ദുഷ്ടൻ. പക്ഷെ ഇദ്ദേഹം അത് ചെയ്തില്ല. ഇദ്ദേഹം 3 ചെക്ക് എഴുതി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഭയിൽ അധികം പേരൊന്നും ഇല്ലെങ്കിലും ഒരു സഹോദരനോട് ദൈവം പറഞ്ഞ് അവനൊരു പുതിയ കാർ കൊടുക്കാം. ഈ അനുസരിക്കുന്നവൻ എന്നും എന്തുണ്ട്, പുതിയത് വന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ആമേൻ. ചെറിയ ഈ അനുഗ്രഹമൊന്നും അല്ല, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഓരോരുത്തരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നേ ഉള്ളൂ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നേ ഉള്ളൂ. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് എനിക്കൊരു സന്തോഷമാണ്. രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ യമൻ എന്നുള്ള രാജ്യത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 5 ദിവസത്തെ ക്ലാസ് എടുത്തു വന്നു. എന്നെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഈ ബലിപ്പെരുന്നാൾ ഈദിന്റെ സമയമാണ്, കഴിഞ്ഞ മാസം അല്ലേ. അപ്പൊ എല്ലാവരും അവിടെ ആടുകളെ, മുസ്ലിംസിലെ ആടുകളെ ബലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഒരു സഹോദരൻ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഡിക്കിയിൽ ആടിനെ ഇട്ടുകൊണ്ട് പോവുക. ഒരു വളവില് ഡിക്കി എന്ന് തുറന്നു ആടങ്ങ് ചാടിപ്പോയി. എന്റെ പിറകിലുള്ള ഒരു അറബി ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ആടിനെ, എന്നിട്ട് അദ്ദേഹം ഇറങ്ങി ഓടി ആടിനെ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലാൻഡ് ക്രൂസർ വണ്ടിയിലിട്ടു. ഇദ്ദേഹം എന്നിട്ട് ഞങ്ങളുടെ വണ്ടി ഓട്ടേക്ക് തന്നെ സ്പീഡിലങ്ങ് പോയി. ഞാൻ പറഞ്ഞു, എന്നാലും ആ പാവപ്പെട്ട മനുഷ്യന്റെ ആട് പോയി. പക്ഷെ എന്ത് ചെയ്യാനാ, ഇയാള് ഭാഗ്യം അയാൾക്ക് ഒരു ആടിനെ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടി ഓട്ടേക്ക് ഇദ്ദേഹം അപ്പോഴേക്കുണ്ട് മറ്റേ ആട് പോയവൻ മനസ്സിലായി, അവൻ തിരിച്ചു വരിക. ഇദ്ദേഹം കൈ കാണിച്ചവിടെ നിർത്തി. അദ്ദേഹം തന്നെ ഈ ആടിനെ കൈമാറി. ഞാൻ എന്റെ കൂടെ വണ്ടി ഓടിച്ച സഹോദരോട് പറഞ്ഞു, നമ്മക്കറ്റെയാണ് ആട് കിട്ടിയതെങ്കിൽ ഞായറാഴ്ചക്ക് പിന്നെ സാക്ഷ്യത്തിന് വേറെ എവിടെയും പോട്ട. ഒരു ആടില്ലാതിരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ തന്നെ ഒരു വണ്ടിയുടെ ബോണറ്റും തെക്കിയും ഒക്കെ തുറന്നു. ഞാൻ ആ ഒരു പ്രവൃത്തിയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യാതിരിക്കും? ഒരു മുസ്ലിം അവന്റെ സഹോദരൻ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ വണ്ടിയിൽ അത് ഇട്ടേച്ച് ദൂരത്ത് ഓടിപ്പോയി അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന വിശ്വസ്തത. ഒന്ന് കൈയെടുത്ത ദൈവത്തെ നല്ല കാര്യം പറയണമെങ്കിൽ ആമേൻ. നാട്ടുകാരിൽ നിന്ന് നല്ല കാര്യത്തെ വർണ്ണിക്കുന്നത് ഇന്ന് സന്തോഷമുള്ള കാര്യമാണ്. പലതും നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കടഭാരമായിട്ട് നിൽക്കുന്ന സമയത്ത് 1.5 പവൻ വീണു, റോട്ടിൽ നിന്ന് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ ദൈവം നിന്നെ മാനിക്കുന്നത്? വല്ലവന്റെ മാലർത്തത് നിന്നെ മുന്നിൽ കൊടുത്തിട്ടൊന്നല്ല ദൈവം നിന്നെ മാനിക്കുന്നത്. നിന്റെ ദൈവം നിത്യത്തിലെ ധനാഠ്യനായ ദൈവം. അവൻ അങ്ങനെയൊന്നും അനുഗ്രഹിക്കേണ്ട കാര്യമില്ല. അവൻ അനുഗ്രഹിച്ചവരെ കണ്ടാലറിയാം. അത് അനുഗ്രഹിച്ചോണ്ടേയിരിക്കും. നിനക്ക് ഒന്നിനും മുട്ടില്ലാതെ ഓരോ ദിവസവും ദൈവം നിനക്ക് വേണ്ടത് കരുതി 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 നിന്നെ മാനിച്ചുയർത്തും. ഒരൊറ്റ കാര്യം, അവന്റെ ബോട്ടിൽ നീ കയറണം. ഇന്ന് രാത്രി രോഗസൗഖ്യം കിട്ടും. അതിനകത്ത് നീ രക്ഷപ്പെട്ടെന്നല്ല, സൗഖ്യമായി പിന്നെ രോഗം വരത്തില്ല. സൗഖ്യം കിട്ടും. എന്റെ ഒരുപാട് ക്രൂസൈഡിൽ അറ്റൻഡ് ചെയ്തവരുണ്ട്. എന്തൊക്കെ രോഗികൾ സൗഖ്യമെന്ന് അവരോട് ചോദിച്ചറിയാം. അതല്ല വിഷയം. ഇന്ന് രാത്രി അവൻ നിന്റെ സൗഖ്യദായകനല്ല, അവൻ നിന്റെ രക്ഷാദായകനാണ്. നിനക്കൊരുക്കിയിരിക്കുന്ന നല്ല നരകം, ശത്രുവിന് ഒരുക്കിയിരിക്കുന്ന നരകം, പിശാചിന് ഒരുക്കിയിരിക്കുന്ന, നീ എന്തിനാ അതിലേക്ക് ടിക്കറ്റ് എടുക്കുന്നേ? നിന്നെ സ്നേഹിച്ചിട്ടാണ് മീറ്റിംഗ് ഒരുക്കിയത്. മേനോനെ സ്നേഹിച്ചല്ല ഒരുക്കിയത്. എന്റെ സഹോദര, എന്റെ സഹോദരി, അതിലേക്ക് നീ പോകാതിരിപ്പാൻ ആമേൻ. മിസ്രൈമിൽ നിന്നും ദേശത്തു നിന്ന് ജനത്തെ വിടുവിച്ചത്
പുറപ്പാട് പുസ്തകം 19:4 പറഞ്ഞു, അവൻ തന്നിലേക്ക്, he brought them to himself, അവനിലേക്ക് അവരെ കൊണ്ടുവന്നെന്നാണ്. ദൈവത്തിലേക്ക് കൊണ്ടുവരാനാ ദൈവം നിന്നെ വിളിച്ചത്, അല്ലാതെ കനാദേശത്തിലേക്കല്ല കൊണ്ടുവന്നത്. പക്ഷെ ജനത്തിന്റെ ലക്ഷ്യം മുഴുവനും കനാനായിരുന്നു. മോശയുടെ മാത്രമായിരുന്നു ആഗ്രഹം ദൈവം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് എന്നെ അയക്കരുത്. പക്ഷെ ജനത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു. അവന്റെ മഹത്വം അവർ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. എണ്ണയില്ലാത്ത സ്ഥലത്ത് വിളക്കില്ല, വിളക്ക് കെട്ട സ്ഥലത്ത് ദൈവശബ്ദമില്ല. ദൈവശബ്ദമില്ലെന്ന് മാത്രമാണോ? പാപം വരികയാണ്. അവിടെ ന്യായവിധി ഉടനെ വന്നില്ല അല്ലേ? ഉടനെ ന്യായവിധി വന്നിട്ടില്ല. ഇത്രയും പാപമല്ല, അത്രയും പാപം ചെയ്തിട്ടില്ല ആര്? അഹരോന്റെ മക്കള്. ലേവ്യ പുസ്തകം 10:2 വായിച്ചേ. 10:1, 2, 3 വായിച്ചു, കുഴപ്പമില്ല.